നമസ്കാരം, ഗ്രാമ്യവാർത്തകളിലേക്ക് സ്വാഗതം. പ്രധാന വാർത്തകൾ. താന്യം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. താന്യത്ത് ഭവന നിർമ്മാണത്തിനും അന്തിക്കാട്ട് കൃഷിക്കും മുൻഗണന. തളിക്കുളം പുതിയങ്ങാടിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ 3 അംഗ സംഘം പിടിയിൽ. CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. വാർത്തകൾ വിശദമായി. ഭവന നിർമ്മാണം, പശ്ചാത്തല സൗകര്യ വികസനം എന്നിവയ്ക്ക് മുൻഗണന നൽകി 2025-26 സാമ്പത്തിക വർഷത്തേക്കുള്ള താന്യം പഞ്ചായത്ത് കരട് ബജറ്റ് വൈസ് പ്രസിഡന്റ് OS അഷറഫ് അവതരിപ്പിച്ചു. ഈ ബഡ്ജറ്റിൽ ഊന്നൽ കൊടുക്കുന്നത് ലൈഫിനാണ്. പാർപ്പിടം ലഭ്യമാക്കുക, പാർപ്പിടമില്ലാത്തവർ ഇനി ഉണ്ടാവരുത് എന്നുള്ള ലക്ഷ്യത്തോടു കൂടി തന്നെയാണ് ഈ പദ്ധതിക്ക് ഈ ബഡ്ജറ്റ് രൂപം കൊടുത്തിട്ടുള്ളത്. ലൈഫ് ലിസ്റ്റിൽ ഉള്ള എല്ലാവർക്കും, ശരിയായ രേഖകൾ സമർപ്പിക്കുന്ന എല്ലാവർക്കും വീട് കൊടുക്കുക എന്ന ഒരു മാതൃകാപരമായ നിലപാടാണ് പഞ്ചായത്ത് ധനകാര്യ കമ്മീഷൻ ഈ സ്റ്റാൻഡിംഗ് കമ്മിറ്റി എടുത്ത് ബഡ്ജറ്റ് അവതരിപ്പിക്കുന്നത്. 40.70 കോടി വരവും 39.96 കോടി ചെലവും 73.94 ലക്ഷം മിച്ചവും പ്രതീക്ഷിക്കുന്ന ബജറ്റിൽ ലൈഫ് പദ്ധതിക്ക് 3.47 കോടിയും ഗതാഗത സൗകര്യങ്ങൾക്ക് വർദ്ധിപ്പിക്കുന്നതിന് 3.5 കോടിയും ആരോഗ്യമേഖലയ്ക്ക് 85.91 ലക്ഷവും കളിസ്ഥല നിർമ്മാണത്തിനുള്ള പ്രാഥമിക ആവശ്യങ്ങൾക്ക് 20 ലക്ഷവും മൃഗസംരക്ഷണം, ക്ഷീരവികസനം എന്നിവയ്ക്കായി 60 ലക്ഷം രൂപയും വകയിരുത്തിയിട്ടുണ്ട്. യോഗത്തിൽ പഞ്ചായത്ത് പ്രസിഡന്റ് ശുഭ സുരേഷ് അധ്യക്ഷയായി. അന്തിക്കാട് ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KK ശശിധരൻ, ജില്ലാ പഞ്ചായത്ത് അംഗം ഷീന പറയങ്ങാട്ടിൽ, ആസൂത്രണ സമിതി ഉപാധ്യക്ഷൻ CP ജോസ്, സ്ഥിരം സമിതി അധ്യക്ഷരായ ഷൈനി ബാലകൃഷ്ണൻ, സിജോ പുലിക്കോട്ടിൽ, ഷീജ സദാനന്ദൻ, സെക്രട്ടറി KV സുനിത എന്നിവർ സംസാരിച്ചു. താന്യം ഗ്രാമപഞ്ചായത്തിന്റെ ബജറ്റ് ഏറെ നിരാശാജനകമാണെന്ന് കോൺഗ്രസ് ആരോപിച്ചു. യുവജനങ്ങളെയും കാർഷിക മേഖലയെയും തഴഞ്ഞു. നിലവിൽ അടിയന്തര പ്രാധാന്യം കൊടുക്കേണ്ട ലഹരി വിമുക്ത പരിപാടികൾക്കും തുക മാറ്റിവെച്ചിട്ടില്ല എന്നത് ശ്രദ്ധേയമാണ്. വാക്കുകളിൽ മാത്രം നിറയുന്നതും പ്രവൃത്തികളിൽ ഇല്ലാത്തതുമായ ബഡ്ജറ്റാണെന്ന് കോൺഗ്രസ് താന്യം മണ്ഡലം കമ്മിറ്റി പ്രസിഡന്റ് MK ചന്ദ്രൻ, ജനപ്രതിനിധികളായ ആൻഡോ തൊറയൻ, മിനി ജോസ് എന്നിവർ പ്രസ്താവനയിൽ ആരോപിച്ചു. തളിക്കുളം പുതിയങ്ങാടിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ 3 അംഗ സംഘം പിടിയിൽ. ആലപ്പുഴ ഹരിപ്പാട് സ്വദേശി സൂരജ്, തളിക്കുളം സ്വദേശി രാഹുൽ, നാട്ടിക സ്വദേശി വൈശാഖ് എന്നിവരെയാണ് വലപ്പാട് പോലീസ് അറസ്റ്റ് ചെയ്തത്. പുതിയങ്ങാടി എരമംഗലത്ത് വീട്ടിൽ അബ്ദുൽ കരീമിന്റെ വീട്ടിലാണ് പ്രതികൾ അതിക്രമിച്ചു കയറിയത്. അബ്ദുൽ കരീമിന്റെ ഭാര്യ സഹോദരിയുടെ മകളും പ്രതികളിൽ ഒരാളായ സൂരജും ഒളിച്ചോടിയതിൽ പരാതി നൽകിയതിന്റെ വിരോധത്തിലാണ് അതിക്രമം. മാർച്ച് 17 രാത്രി 9 മണിയോടെ ആയുധധാരികളായ പ്രതികൾ അബ്ദുൽ കരീമിന്റെ വീട്ടിൽ അതിക്രമിച്ചു കയറി ആക്രമണം നടത്തുകയായിരുന്നു. സൂരജ് അബ്ദുൽ കരീമിനെ മരവടി കൊണ്ട് തലയ്ക്കടിക്കുകയും രാഹുൽ വെട്ടുകത്തി ഉപയോഗിച്ച് ആക്രമിക്കാൻ ശ്രമിക്കുകയും ചെയ്തു. തടയാൻ ശ്രമിച്ച അബ്ദുൽ കരീമിന്റെ ഭാര്യയ്ക്കും പരിക്കേറ്റു. അബ്ദുൽ കരീമിന്റെ ഭാര്യയുടെ മാതാപിതാക്കൾക്കും മർദ്ദനമേറ്റു. സംഭവശേഷം രക്ഷപ്പെട്ട പ്രതികളെ SHO രമേശ് MKയുടെ നേതൃത്വത്തിലുള്ള അന്വേഷണ സംഘം പിടികൂടുകയായിരുന്നു. പ്രതികളെ റിമാൻഡ് ചെയ്തു. സബ് ഇൻസ്പെക്ടർമാരായ സദാശിവൻ, സിനി, സീനിയർ സിവിൽ ഓഫീസർമാരായ അനൂപ്, ലെനിൻ, CPO സന്ദീപ്, CPO മുജീബ് എന്നിവരാണ് അന്വേഷണ സംഘത്തിലുണ്ടായത്. SN വിദ്യാഭവൻ സീനിയർ സെക്കൻഡറി സ്കൂളിൽ KG വിദ്യാർത്ഥികൾക്ക് വിദ്യാഭ്യാസ ബഹുമതി പത്രം വിതരണം ചെയ്തു. KG വിഭാഗത്തിലെ 162 കുട്ടികൾക്കാണ് ബഹുമതി പത്രം വിതരണം ചെയ്തത്. ഭാരത് വിദ്യാമന്ദിർ വലപ്പാട് സ്കൂൾ പ്രിൻസിപ്പൽ ബിന്ദു സോമൻ ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. Anyway, I feel honored to be present in today's event, celebrating the achievements of our younger ones. We all are gathered here to mark not only the end of the chapter of Balwadiya Kindergarten, but as a beginning of new journey with the excitement and curiosity. My dear little graduates, are you heard about Sunita Williams? Okay, on my right side also some younger ones are there. Are you heard about Sunita Williams? Yes, okay. So we know that March 19, 2025, 3:30 AM, definitely it was a memorable and proud moment for all of us. We know our great
when observed from the International Space Station, Sunita Williams commented. SNE ആൻഡ് സി ട്രസ്റ്റ് വൈസ് പ്രസിഡന്റ് വിജയരാഘവൻ TS അധ്യക്ഷത വഹിച്ചു. SNE ആൻഡ് സി ട്രസ്റ്റ് ജനറൽ സെക്രട്ടറി MS പ്രദീപ്, KG വിഭാഗം പ്രധാനാധ്യാപിക ലിനിയ അനിൽകുമാർ, SN വിദ്യാമന്ദിർ പ്രിൻസിപ്പൽ യാമിനി ദിലീപ്, അഡ്മിനിസ്ട്രേറ്റർ PV സുദീപ് കുമാർ, രാഗി റോഷ്, ജൂലിയറ്റ് ജോബി എന്നിവർ കുട്ടികൾക്ക് ബഹുമതി പത്രം വിതരണം ചെയ്ത് സംസാരിച്ചു. തുടർന്ന് കുട്ടികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. മണലൂർ ഗ്രാമപഞ്ചായത്തിൽ വനിതകൾക്കുള്ള പോഷകാഹാര ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു. അനീമിയയ്ക്കുള്ള പോഷകാഹാര ഭക്ഷ്യകിറ്റ് വിതരണം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് സൈമൺ തെക്കത്ത് നിർവഹിച്ചു. സിംല മാളിൽ നടന്ന ചടങ്ങിന് വൈസ് പ്രസിഡന്റ് ബീന സേവ്യർ അധ്യക്ഷത വഹിച്ചു. ക്ഷേമകാര്യ ചെയർപേഴ്സൺ ജിൻസി മരിയ, വികസനകാര്യ ചെയർപേഴ്സൺ ജിഷ സുരേന്ദ്രൻ, ആരോഗ്യ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺ പുഷ്പ വിശ്വംഭരൻ, ICTS സൂപ്പർവൈസർ കവിത, അങ്കണവാടി ജീവനക്കാർ, മെമ്പർമാർ, വാർഡിലെ ഗുണഭോക്താക്കൾ എന്നിവർ പങ്കെടുത്തു. ഞാനിത് അഹങ്കാരത്തോടു കൂടി തന്നെ പറയുന്നത്, കഴിഞ്ഞ വർഷത്തെ ഭരണസമിതികളെ കൈവയ്ക്കാത്ത ഒരു മേഖലയിൽ കൂടെ കടന്നു പോകണം എന്ന് വിചാരിച്ചിട്ട് ചെയ്തൊരു പദ്ധതിയാണ്. അതായത് എല്ലാവരും ചെയ്തിട്ട് ചെയ്യാൻ താല്പര്യമില്ലാത്ത ഒരാളാണ് ഞാൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ ഭരണസമിതിക്ക് നേതൃത്വം കൊടുക്കുന്നതുകൊണ്ട് ഞാൻ എന്ന് പറയുന്നു. ഞാൻ എന്ന അഹങ്കാരമൊന്നുമില്ല. പക്ഷെ അതുകൊണ്ട് ചെയ്യാത്തത് ചെയ്യണം, അല്ലെങ്കിൽ കൈവയ്ക്കാത്തത് കൈവച്ചു പോകണം എന്ന് ചിന്തിച്ചുകൊണ്ട് സാധാരണ ഇപ്പൊ നിങ്ങൾക്ക് വന്നു കഴിഞ്ഞാൽ എന്ത് ചെയ്യും, അടക്കളത്തോട്ടത്ത് മറ്റേ ചെടികൾ വളർത്താൻ വേണ്ടി ചെടി കൊടുക്കും, അല്ലെങ്കിൽ എന്ത് ചെയ്യും, അല്ലെങ്കിൽ ചെടികൾക്ക് സ്ത്രീകൾക്കുള്ള അടക്കളത്തോട്ടം കൊടുക്കും, അങ്ങനെ കൊടുത്ത് അവസാനിപ്പിക്കും. പക്ഷേ ഇന്ന് നമ്മളുടെ നാട്ടിലെ പ്രത്യേകിച്ച് സ്ത്രീകൾ എന്ന് പറയുന്നത് അവരുടെ ജീവിത ശൈലികളിൽ കൊണ്ട് അവരുടെ ഒരു 18 അല്ലെങ്കിൽ 20-25 വയസ്സിനുള്ളിൽ ഒരു അമ്മയായി തീർന്നു കഴിഞ്ഞു കഴിഞ്ഞാല് അവർക്ക് ശരീരത്തിന് ആവശ്യമായിട്ട് വേണ്ടി വരുന്ന പോഷക മൂല്യങ്ങളുടെ ഒരു കുറവ്, അതായത് പണ്ട് കാലത്തൊക്കെ എനിക്ക് തോന്നുന്നു, എന്റെ അമ്മയ്ക്കുള്ള കാലത്ത്, ഇപ്പൊ അമ്മ വെച്ച് 2 കൊല്ലമാണുള്ളൂ, ഞാൻ മഴക്കാലത്ത് ആവുമ്പോൾ എന്ത് ചെയ്യും, ഒന്നും പറ്റിയില്ലെങ്കിൽ ചോന്നരത്തേരെ അരക്കൂട്ട് കഷായം മേടിച്ചു കൊണ്ടു കൊടുക്കും. അരക്കൂട്ട് തന്നെ 7 ദിവസത്തേക്ക്. അപ്പൊ തൃശ്ശൂരിൽ നിന്ന് മേടിക്കുക, ഇമ്മറ്റൊരു കടയിൽ നിന്ന് മേടിച്ചു കഴിഞ്ഞാൽ എന്ത് കിട്ടും, ശരീരത്തിൽ ഒരു ബലം കിട്ടാൻ വേണ്ടിയിട്ട്. അത് ചുമ നെയ്യും കിട്ടില്ല, ചുമ വെറുതെ വെച്ച് കുടിക്കും. 2024-25 സാമ്പത്തിക വാർഷിക പദ്ധതിയിൽ 3 ലക്ഷം രൂപ വകയിരുത്തിയാണ് ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തത്. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്തിന്റെ വാർഷിക പദ്ധതിയുടെ ഭാഗമായി ബ്ലോക്ക് കുടുംബാരോഗ്യ കേന്ദ്രത്തിലേക്ക് കമ്പ്യൂട്ടർ പ്രിന്ററും LCD പ്രൊജക്ടറും നൽകി. തളിക്കുളം ബ്ലോക്ക് പഞ്ചായത്ത് പ്രസിഡന്റ് KC പ്രസാദ് ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു. ബ്ലോക്ക് പഞ്ചായത്ത് ആരോഗ്യ വിദ്യാഭ്യാസ സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ KB സുരേഷ് അധ്യക്ഷത വഹിച്ചു. മെഡിക്കൽ ഓഫീസർ ഡോക്ടർ ഫാത്തിമ സുഹറ, ബ്ലോക്ക് മെമ്പർമാരായ ഇബ്രാഹിം പടുവിങ്ങൽ, ജുബി പ്രദീപ്, കല, KB സുധ, BDO റജികുമാർ, ഹെൽത്ത് സൂപ്പർവൈസർ ഗോപകുമാർ K എന്നിവർ സംസാരിച്ചു. അഞ്ച് മിനിറ്റുകളിൽ കാര്യം സാധിച്ചു കൊടുക്കുക എന്നുള്ളതാണ് കമ്പ്യൂട്ടറിന്റെ അല്ലെങ്കിൽ ലാപ്ടോപ്പിന്റെ ഉപയോഗം കൊണ്ട് നമുക്ക് മനസ്സിലാക്കുന്നത്. അത് നല്ല രീതിയിൽ പ്രവർത്തിക്കാനും നിങ്ങൾക്ക് എല്ലാവർക്കും കൃത്യമായിട്ട് സാധാരണക്കാർക്ക് ഇറങ്ങിച്ചെല്ലാൻ കഴിയട്ടെ. ഈ കുടുംബോപകരണങ്ങൾ എവിടെയെങ്കിലും കേടുകൊണ്ടിടലല്ല, എന്ത് കേടുവന്നാലും നമ്മളറിയിക്കുക. കൃത്യമായിട്ട് അതിന്റെ കേടുപാടുകൾ തീർത്തു പോകേണ്ടതുണ്ട്. എന്തെങ്കിലും കേടുപാടുകളുള്ള മിഷനറി ഉണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് നമുക്കത് കേടുപാടുകൾ തീർക്കേണ്ടതുണ്ട്. മറ്റൊന്ന്, ഇവിടെ കിട്ടുന്ന സേവനം സാധാരണക്കാരെ അറിയുന്നില്ല. ഇവിടെ 10-40 പരിശോധനയ്ക്ക് ഉപകരണങ്ങളുണ്ട് എന്റെ അറിവില്. ഇതൊന്നും സാധാരണക്കാരെ അറിയാത്തതുകൊണ്ട് പലരും അങ്ങോട്ട് പോയിട്ട് അതിൽ തൊട്ടപ്പുറത്ത് വരാണെങ്കിൽ പോയിട്ട് ടെസ്റ്റ് ചെയ്ത് വരുന്നു. തീർച്ചയായിട്ടും അതിന്റെ ഭാഗമായിട്ട് ശതാഭിഷക്തനായ തൃപ്രയാർ ശ്രീരാമക്ഷേത്രം തന്ത്രി തരണനെല്ലൂർ പടിഞ്ഞാറേമന പത്മനാഭൻ നമ്പൂതിരിപ്പാടിനെ പെരിങ്ങോട്ടുകര സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചറൽ ഫോറം ഭാരവാഹികൾ ആദരിച്ചു. തന്ത്രിമഠത്തിൽ നടന്ന ചടങ്ങിൽ സ്റ്റഡി സെന്റർ ചെയർമാനും താന്യ ഗ്രാമപഞ്ചായത്ത് മെമ്പറുമായ ആൻഡോ തൊറയൻ പൊന്നാട അണിയിച്ചും മൊമന്റോ നൽകിയുമാണ് ആദരിച്ചത്. സ്റ്റഡി സെന്റർ കൺവീനർ രാമൻ നമ്പൂതിരി അധ്യക്ഷത വഹിച്ചു. മണപ്പുറം സമീക്ഷ വൈസ് ചെയർമാൻ MB സജീവ്, ജഗദീഷ് രാജ് വാളമുക്ക്, പോൾ പുലിക്കോട്ടിൽ, ജനാർദ്ദനൻ പൂക്കാട്ട് എന്നിവർ സംസാരിച്ചു. നെഹ്റു സ്റ്റഡി സെന്റർ ആൻഡ് കൾച്ചർ ഫോറം
നേതൃത്വത്തിൽ, പെരുങ്ങോട്ടുകാരുടെ നേതൃത്വത്തിലാണ് ഇന്നൊരു അദ്ദേഹത്തിൻ്റെ ഈ ശതാഭിഷേക വേളയിൽ ഒരു അനുമോദനം നമ്മൾ സംഘടിപ്പിച്ചത്. എല്ലാവിധ ആയുരാരോഗ്യ സൗഖ്യങ്ങളോട് ദീർഘകാലം നമ്മളോടൊപ്പം നമ്പൂതിരിപ്പാട് ഉണ്ടാവട്ടെ എന്ന് ആദ്യമായിട്ട് ആശംസിക്കുകയാണ്. അതുപോലെ തന്നെ ശതാഭിഷേകത്തിൻ്റെ എല്ലാവിധ മംഗളങ്ങളും ഹൃദയപൂർവ്വം നേരുന്നു. ഒഴുകിക്കൊണ്ടിരിക്കുകയാണ്. ഈ 84 വയസ്സ് തികഞ്ഞ് 1000 പൂർണ്ണേന്ദ്രന്മാരെ കണ്ട ഈ വേളയിൽ എല്ലാവിധ ആശംസകളും നേരുന്നു. അദ്ദേഹത്തിന് വന്നുകൊണ്ട് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും ഞങ്ങൾക്കും കൂടി ഉണ്ടാവണം. ഞങ്ങളെ ഈ സംഘടനയ്ക്ക് അദ്ദേഹത്തിൻ്റെ എല്ലാവിധ അനുഗ്രഹങ്ങളും സഹായ സഹകരണങ്ങളും ഉണ്ടാകുമെന്ന് മാത്രം പ്രതീക്ഷിച്ചു. എടത്തിരുത്തി കൃഷിഭവന്റെ പച്ചക്കറി കൃഷി വികസന പദ്ധതിയുടെ ഭാഗമായി പച്ചക്കറി കൃഷി വിളവെടുത്തു. ഇ ടി ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. മുനയത്ത് 2.5 ഏക്കറോളം സ്ഥലത്ത് പള്ളിപ്പറമ്പിൽ സിദ്ദീഖിന്റെ നേതൃത്വത്തിലാണ് കൃഷി ഇറക്കിയത്. തരിശായി കിടന്നിരുന്ന ഭൂമി തൊഴിലുറപ്പ് തൊഴിലാളികളാണ് കൃഷിക്ക് അനുയോജ്യമാക്കിയത്. വിവിധ പഴവർഗ്ഗങ്ങളും പച്ചക്കറികളുമാണ് കൃഷി ചെയ്തത്. മികച്ച വിളവ് ലഭിച്ചു. എടത്തിരുത്തി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു അധ്യക്ഷനായി. പ്രിൻസിപ്പൽ അഗ്രികൾച്ചർ ഓഫീസർ MP അനൂപ്, മതിലകം കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ റിസാമോൾ സൈമൺ, എടത്തിരുത്തി കൃഷി ഓഫീസർ KA മേഘ, ബ്ലോക്ക് പഞ്ചായത്ത് അംഗങ്ങളായ MK ഫൽഗുണൻ, VS ജിനേഷ്, നൌമി പ്രസാദ്, വാർഡ് മെമ്പർ MS നിഖിൽ, കൃഷി അസിസ്റ്റന്റ് വിപിൻ കുമാർ, കാർഷിക വികസന സമിതി അംഗങ്ങൾ, തൊഴിലുറപ്പ് തൊഴിലാളികൾ തുടങ്ങിയവർ പങ്കെടുത്തു. തണ്ണിമത്തൻ, ഷമാം, പൊട്ടുവെള്ളരി, പയർ, വെണ്ട, ബ്ലാത്താങ്കര ചീര, വാഴ, കയ്പ, ചുരക്ക, പടവലം, മത്തൻ, കുക്കുംബർ എന്നിവയാണ് വിളവെടുത്തത്. ഇവിടെയാണെന്നുണ്ടെങ്കിൽ കൃത്യത എന്ന് പറയുന്ന ഡിപ്പാർട്ട്മെൻറ്റ് പദ്ധതിയോടുകൂടി സംയുക്തമായി കാർഷിക നല്ല താല്പര്യമുള്ള, ഞാനിവിടെ വന്നപ്പോൾ ഓർത്തു, നമ്മുടെ അദ്ദേഹത്തിൻ്റെ മകൻ സിദ്ദിഖിൻ്റെ മകൻ കുട്ടി കർഷകനായിട്ട് കുട്ടി കർഷകനായിട്ട് നമുക്ക് കർഷകയായിട്ട് അവാർഡ് കിട്ടിയ കുട്ടി കൂടിയാണ്. എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഫാമിലി മൊത്തം അതിനൊരു താല്പര്യം ഉണ്ടാവുകയാണ്. ഇങ്ങനെയുള്ള കർഷകരെ ഇപ്പോൾ 50 സെൻറ്റിൻ്റെ മേലെ 1 ഏക്കറിന് മേലെയുള്ള കർഷകരെ സെലക്ട് ചെയ്തുകൊണ്ട് അവർക്ക് വേണ്ടി ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിൽ ഉൽപ്പാദനം ലക്ഷ്യമാക്കിക്കൊണ്ട് നമുക്ക് നല്ല പ്രോഗ്രാമുകൾ വിജയിപ്പിച്ചെടുക്കാൻ പറ്റും. നമ്മളൊരു 10,000 ആൾക്കാർക്ക് തൈകൾ കൊടുക്കുന്നത് നല്ലത് തന്നെ. എല്ലാ വീട്ടിലും പച്ചക്കറി കൃഷി, എല്ലാവരും കൃഷിയിലേക്ക് ഒരു പ്രോഗ്രാം നല്ലത് തന്നെ. പക്ഷേ കൂടുതൽ ഏരിയ കോൺസെൻട്രേറ്റ് ചെയ്തുകൊണ്ട് ഗ്രൂപ്പുകൾക്കും വ്യക്തികൾക്കും ഒരു പ്രോഗ്രാം വെക്കുകയാണെങ്കിൽ നമ്മുടെ പഞ്ചായത്തിലെ ഉൽപ്പാദനം കൂട്ടുവാനും അതിൻ്റെ വിപണനം ഞങ്ങളുടെ ജില്ലാ ഓഫീസ് അതിന് എന്ത് വേണമെങ്കിലും ചെയ്തു തരാമെന്നുള്ളൊരു വാഗ്ദാനം കൂടി നൽകുന്നു. അത് കാർഷിക മേഖലയ്ക്ക് മുൻഗണന നൽകിയ അന്തിക്കാട് ഗ്രാമപഞ്ചായത്തിലെ 2025-26 സാമ്പത്തിക വർഷത്തെ ബജറ്റ് വൈസ് പ്രസിഡന്റ് PS സുജിത്ത് അവതരിപ്പിച്ചു. പ്രാരംഭമാക്കി 1,39,07,189. പ്രതീക്ഷിത വരവ് 24,01,00,000. ഒട്ടാകെ വരവ് 25,40,80,181. 25,40,80,181 രൂപ വരവും 24,68,80,957 രൂപ ചെലവും 71,27,224 രൂപ മിച്ചവും പ്രതീക്ഷിക്കുന്നതാണ് ബഡ്ജറ്റ്. 15 വാർഡുകളുടെയും സന്തുലന വികസന ലക്ഷ്യം മുന്നിൽ കണ്ടുകൊണ്ടാണ് ബഡ്ജറ്റ് തയ്യാറാക്കിയിട്ടുള്ളത്. കാർഷിക മേഖലയ്ക്ക് 38,36,000 രൂപയും മൃഗസംരക്ഷണ മേഖലയ്ക്ക് 37,40,500 രൂപയും ഭിന്നശേഷിക്കാരുടെ ക്ഷേമത്തിനായി 12 ലക്ഷം രൂപയും അങ്കണവാടി പോഷകാഹാരം പദ്ധതികൾക്കായി 38,15,000 രൂപയും വയോജന സൗഹൃദ ഗ്രാമം പദ്ധതിക്കായി 9,65,000 രൂപയും വനിതാക്ഷേമ പ്രവർത്തനങ്ങൾക്ക് 19,30,160 രൂപയും വകയിരുത്തിയിട്ടുണ്ട്. ആരോഗ്യമേഖലയ്ക്കും പട്ടികജാതി വിഭാഗങ്ങളുടെ ഉന്നമനത്തിനും കുടിവെള്ള മേഖലയ്ക്കും റോഡുകളുടെ ഗുണനിലവാരം ഉയർത്തുന്നതിനും തുക നീക്കിവച്ചിട്ടുണ്ട്. പ്രസിഡന്റ് ജീന നന്ദൻ, വൈസ് പ്രസിഡന്റ് PS സുജിത്ത്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി അംഗങ്ങളായ ശരണ്യ രജീഷ്, ഷഫീർ അബ്ദുൽ ഖാദർ, മേനക മധു, പഞ്ചായത്ത് സെക്രട്ടറി T സത്യൻ, അസിസ്റ്റന്റ് സെക്രട്ടറി KR രാജേഷ്, അക്കൗണ്ടന്റ് K മഞ്ജുഷ, ജനപ്രതിനിധികളായ ജ്യോതിരാമൻ, മിനി ആൻഡോ എന്നിവർ സംസാരിച്ചു. മയക്കുമരുന്ന് ലഹരിക്കെതിരെ പ്രഥമ ആലോചനാ യോഗം നടത്തി കയ്പമംഗലം പഞ്ചായത്ത്. ലഹരി വിരുദ്ധ ജനകീയ ക്യാമ്പയിനിന്റെ ഭാഗമായുള്ള യോഗം ET ടൈസൺ MLA ഉദ്ഘാടനം ചെയ്തു. പഞ്ചായത്ത് തലത്തിൽ ബോധവൽക്കരണ ക്ലാസുകൾ നടത്തൽ, ലഹരിക്ക് അടിമപ്പെട്ടവരെ കണ്ടെത്തി കൗൺസിലിംഗ് നൽകൽ, കലാപ്രവർത്തനങ്ങൾ, കായിക പ്രവർത്തനങ്ങൾ, പ്രചാരണ പരിപാടികൾ നടത്തൽ തുടങ്ങി 7 സബ് കമ്മിറ്റികൾ രൂപീകരിച്ചു. ശക്തമായ ക്യാമ്പയിൻ ഇതോടൊപ്പം ആരംഭിക്കും. ചടങ്ങിൽ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് ശോഭന രവി അധ്യക്ഷത വഹിച്ചു. പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് മണി ഉല്ലാസ്, സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർപേഴ്സൺമാരായ PA ഷാജഹാൻ, PA ഇസ്ഹാഖ്, ദേവിക ദാസൻ, അസിസ്റ്റന്റ് എക്സൈസ് ഇൻസ്പെക്ടർ AV മോയിസ്, വനിതാ സിവിൽ എക്സൈസ് ഓഫീസർ KM തസ്നീം, മണ്ഡലം തല കൺവീനർ TA സജീവൻ,
കോർഡിനേറ്റർ ശ്രീധരൻ, പഞ്ചായത്ത് അംഗങ്ങൾ തുടങ്ങിയവർ സംസാരിച്ചു. പോലീസ് ഉദ്യോഗസ്ഥർ, മഹല്ല കമ്മിറ്റി അംഗങ്ങൾ, ക്ഷേത്ര കമ്മിറ്റി അംഗങ്ങൾ, ചർച്ച കമ്മിറ്റി അംഗങ്ങൾ, ക്ലബ്ബ് ഭാരവാഹികൾ, അങ്കണവാടി ടീച്ചർമാർ, ആശാപ്രവർത്തകർ, ഹരിതകർമ്മസേനാ പ്രവർത്തകർ, യുവജന സംഘടനകൾ, ഉദ്യോഗസ്ഥർ, രാഷ്ട്രീയ സംഘടനകൾ, അധ്യാപകർ തുടങ്ങി സമൂഹത്തിലെ വിവിധ മേഖലകളിലെ ആളുകൾ പങ്കെടുത്തു. സർക്കാർ മറ്റു പരിപാടികളെല്ലാം സ്റ്റോപ്പ് ചെയ്യും. നിയമസഭയ്ക്ക് അത് സ്റ്റോപ്പ് ചെയ്ത് 3 മണിക്കൂർ സമയം കൊടുത്തു. അടിയന്തര പ്രമേയം ചർച്ച ചെയ്യാനുള്ള സമയമായിരുന്നു എന്ന് പറഞ്ഞാൽ ഗവൺമെന്റിനും എല്ലാവർക്കും, ഗവൺമെന്റ് മാത്രമല്ല എല്ലാവർക്കുമുള്ള ശ്രദ്ധയാണ് പ്രമേയം ആ കൊണ്ടുവന്നതിന് ചർച്ചയ്ക്ക് എടുക്കുക എന്നുള്ള സമയം. നിയമസഭയ്ക്കകത്ത് മുഖ്യമന്ത്രി ഇതിനെ സംബന്ധിച്ച് അതിന്റെ പരിപാടി സംബന്ധിച്ച് നല്ല കൃത്യമായി പറഞ്ഞിട്ടുണ്ട്. പക്ഷെ നമ്മുടെ എനിക്ക് തോന്നുന്നു അതിന് മുമ്പേ പോയ സ്ഥലമാണ്. ഇപ്പോഴെന്നെ എന്ത് വേണമെന്നൊക്കെ തീരുമാനിക്കപ്പെടാൻ പോകുന്നതേ ഉള്ളൂ. എനിക്ക് തോന്നുന്നു നമ്മുടെ പഞ്ചായത്ത് പ്രസിഡന്റുമാർ ഉൾപ്പെടെയുള്ള യോഗം കൂടിയത് 3-4 മാസം മുമ്പാണ്. ഇങ്ങനെ വളർന്നു വരുന്നുണ്ട്, വളരെ വലിയ രീതിയിൽ വരുന്നത്. പലപ്പോഴും നല്ല അടുത്ത ബന്ധമുള്ള നമ്മുടെ അമ്മമാർ, ഒരമ്മ എനിക്ക് എന്നോട് വിളിച്ച് പറഞ്ഞെനിക്ക് സിൽവർ നമുക്കൊക്കെ വലിയ ആഘാതം ഉണ്ടാക്കുന്ന രീതിയിലാണ്. ഇടവേള. Geeta Ravi Public School, the joy of learning. ആദ്യമൊക്കെ ആളുകൾ എന്നെ കാണുമ്പോൾ ചോദിക്കുമായിരുന്നു, എന്താ നിന്റെ മുഖത്തൊരു ആത്മവിശ്വാസ കുറവെന്ന്. ഇപ്പൊ ചോദ്യം മാറി, എന്താ നിന്റെ മുഖത്തൊരു ഓവർ കോൺഫിഡൻസ് എന്നായി. സത്യത്തിൽ ഇത് ഓവർ കോൺഫിഡൻസ് അല്ല, കോൺഫിഡൻസ് ആണ്. ഡോക്ടർ ഷെൽവി കെ ശ്രീജിത്തിന്റെ നേതൃത്വത്തിൽ സ്പർശ ആയുർവേദിക് ബ്യൂട്ടി പാർലർ ആൻഡ് കോസ്മെറ്റോളജി ക്ലിനിക് നൽകുന്ന കോൺഫിഡൻസ്. മുഖക്കുരു, കറുത്ത പാടുകൾ, കരിമംഗല്യം, താരൻ, മുടികൊഴിച്ചൽ, അരിമ്പാറ എന്നിവയ്ക്ക് പൂർണ്ണമായും ആയുർവേദ ഔഷധങ്ങൾ ഉപയോഗിച്ചുള്ള ആയുർവേദ കോസ്മെറ്റോളജി ചികിത്സ. സ്പാ, പെഡിക്യൂർ, മാനിക്യൂർ, ആയുർവേദ ഫേഷ്യൽ, ഹെയർ കട്ട്, കളറിംഗ് തുടങ്ങി എല്ലാവിധ സർവീസുകളും ലഭ്യമാണ്. ഉഴിച്ചിൽ, പിഴിച്ചിൽ, ധാര, കിഴി തുടങ്ങി കേരളീയ ചികിത്സയ്ക്ക് പുറമെ പഞ്ചകർമ്മ ചികിത്സകളും ലഭ്യമാണ്. സ്പർശ ആയുർവേദ ക്ലിനിക് ആൻഡ് ആയുർവേദിക് ബ്യൂട്ടി പാർലർ നിയർ സൗത്ത് പെട്രോൾ പമ്പ്, തൃപ്രയാർ. നിങ്ങളുടെ അധ്വാനത്തിന് സത്യമുണ്ട്. ഞങ്ങളുടെ സ്വർണത്തിനും. ഇഷാര ഗോൾഡൻ ഡയമണ്ട്സ്, കൊടുങ്ങല്ലൂർ റോഡ്, തൃപ്രയാർ. സ്വർണത്തിന്റെ സത്യം. എപ്പോഴാ ഈ കറക്കം തുടങ്ങിയേ? അത് ഈ ലാപ്ടോപ്പും മൊബൈലും ഒക്കെ നോക്കുമ്പോഴേ ഡോക്ടറെ. ഇത് ബഫറോഫിയ. അയ്യോ, പരിഹാരം ഉണ്ട്. വട്ടം ചുറ്റിക്കുന്ന ബ്രോഡ്ബാൻഡിൽ നിന്നും സൂപ്പർ സ്പീഡുള്ള കേരള വിഷനിലേക്ക് മാറൂ. കേരള വിഷൻ, കേരളാസ് നമ്പർ 1 ബ്രോഡ്ബാൻഡ് സർവീസ്. വാർത്തകൾ തുടരുന്നു. ദേശീയപാതയിൽ കയ്പമംഗലം കാളമുറിയിൽ സ്കൂട്ടർ യാത്രക്കാരൻ കുഴഞ്ഞു വീണ് മരിച്ചു. എടമുട്ടം പടിഞ്ഞാറ് കഴിമ്പ്രം സ്വദേശി 58 വയസ്സുള്ള തോട്ടുപറമ്പത്ത് സജീവനാണ് മരിച്ചത്. വെള്ളിയാഴ്ച വൈകിട്ട് 4 മണിയോടെ കാളമുറി സെന്ററിന് വടക്ക് ഭാഗത്താണ് സംഭവമുണ്ടായത്. തെക്ക് ഭാഗത്തേക്ക് സ്കൂട്ടറിൽ വരികയായിരുന്ന സജീവന്റെ സ്കൂട്ടറിൽ ഇതേ ദിശയിൽ തന്നെ വന്നിരുന്ന കണ്ടെയ്നർ ലോറി തട്ടാൻ പോയതിനെ തുടർന്ന് കണ്ടെയ്നർ ലോറി ജീവനക്കാരനുമായി സജീവൻ വാക്കുതർക്കമുണ്ടാവുകയായിരുന്നു. ഈ സമയം അതുവഴി വന്നിരുന്ന മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർ ഇതിൽ ഇടപെട്ട് സംസാരിച്ചുകൊണ്ടിരിക്കെ പെട്ടെന്ന് സജീവൻ കുഴഞ്ഞു വീഴുകയായിരുന്നുവെന്ന് പറയുന്നു. ഉടൻ തന്നെ ഇദ്ദേഹത്തെ ആംബുലൻസ് പ്രവർത്തകർ കൊടുങ്ങല്ലൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിച്ചെങ്കിലും ജീവൻ രക്ഷിക്കാനായില്ല.
വ്യാജലഹരി കേസിനെതിരെ നിയമപോരാട്ടം നടത്തിയ ഷീല സണ്ണിയെ എൽമി കൂട്ടായ്മ ആദരിച്ചു. വ്യാജലഹരി കേസിൽ അകപ്പെട്ട ഷീല സണ്ണി 72 ദിവസമാണ് ജയിൽവാസം അനുഭവിച്ചത്. പ്രതിസന്ധികളെ തരണം ചെയ്ത് മനോധൈര്യം കൊണ്ട് മാത്രം ജീവിതത്തിലേക്ക് തിരിച്ചുവന്ന ഷീല സണ്ണി കേരളത്തിലെ സ്ത്രീ സമൂഹത്തിന് മാതൃകയാണ്. ചടങ്ങ് തളിക്കുളം ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് PS സജിത ഉദ്ഘാടനം ചെയ്തു. എന്നാൽ ഒരു തെറ്റായ രീതിയിൽ ഒരു വനിതയെ, ഒരു നല്ല രീതിയിൽ കുടുംബം നോക്കിയിരുന്നൊരു വനിതയെ, ഒരു ബ്യൂട്ടി പാർലർ നടത്തി ജീവിതം നടത്തിയിരുന്ന ഒരു വനിതയെ തൻ്റെ സ്കൂട്ടറിൽ ലഹരി പദാർത്ഥം വെച്ചു എന്ന പേരിൽ തെറ്റായ രീതിയിൽ വാർത്ത കൊടുത്തുകൊണ്ട് ആ വാർത്തയിൽ അല്ലെങ്കിൽ അതിൻ്റെ ഉദ്യോഗസ്ഥരാരുമായിക്കൊള്ളട്ടെ, ഏത് കാലഘട്ടത്തിലുള്ള ഉദ്യോഗസ്ഥന്മാരുമായിക്കൊള്ളട്ടെ, ആ ഉദ്യോഗസ്ഥന്മാർ അത് കൃത്യമായിട്ടുള്ള രീതിയിൽ പരിശോധനയ്ക്ക് വിധേയമാക്കാതെ അത് കുറ്റകൃത്യമായിട്ട് കണ്ടെത്തുകയും അത് ആരാണെന്ന് പോലും മനസ്സിലാക്കാതെ അത് കുറ്റകൃത്യമായിട്ട് കണ്ടെത്തുകയും അതിൻ്റെ പേരിൽ ഒരു ദിവസമല്ല, നമുക്കറിയാം ഇന്നിവിടെ ഇരിക്കുന്ന പല പ്രത്യേകിച്ച് വനിതകൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പേടിയുള്ളവരായിരിക്കും അല്ലേ. പോലീസ് സ്റ്റേഷനോ എന്ന് പറയുമ്പോൾ പേടിക്കുന്ന ആളുകൾ, എന്നാൽ 72 ദിവസക്കാലത്തോളം ഒരു തടവുകാരി എന്ന രീതിയിൽ, കുറ്റക്കാരി എന്ന രീതിയിൽ സമൂഹത്തിന് മുന്നിൽ കണക്കാക്കിക്കൊണ്ട് എന്ന് തന്നെ വേണം, ഒരു കുറ്റക്കാരിയാണ് എന്ന് തെറ്റിദ്ധരിച്ചുകൊണ്ട് നമ്മുടെ ചേച്ചിക്ക്, അങ്ങനെ തന്നെ പറയാം, ഷീല സണ്ണി എന്ന നമ്മുടെ വ്യക്തിക്ക്, അല്ലെങ്കിൽ നമ്മൾ ആദരിക്കപ്പെടുന്ന ഒരു വ്യക്തിക്ക് ജയിലിൽ കഴിയേണ്ടി വന്നു. 3 മാസക്കാലം അല്ലെങ്കിൽ ഏകദേശം 2.5 മാസക്കാലം വരുന്ന ആ കാലഘട്ടം മിനി അധ്യക്ഷത വഹിച്ചു. ചെയർമാൻ വേൾഡ് സോഷ്യൽ റൈറ്റ്സ് കൗൺസിൽ നാഷണൽ കമ്മിറ്റി EM ജോസഫ്, നാട്ടിക ഗ്രാമപഞ്ചായത്ത് മെമ്പർ CS മണികണ്ഠൻ, സിനിമ ആർട്ടിസ്റ്റ് അർച്ചന, ജെൻസൺ മലപ്പാട്, ഷൈൻ നാട്ടിക, പ്രോഗ്രാം കോർഡിനേറ്റർ ഷൈനി മാത്യു എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് വടക്കേക്കര ശ്രീ മഹാവിഷ്ണു ക്ഷേത്രത്തോടനുബന്ധിച്ച് പുരസ്കാര സമർപ്പണം നടത്തി. കൊച്ചിൻ ദേവസ്വം ബോർഡ് ഡെപ്യൂട്ടി കമ്മീഷണർ സുനിൽ കർത്ത യോഗം ഉദ്ഘാടനം ചെയ്തു. അന്തിക്കാട് എന്ന ഈ ഭൂമിയിലെ, അന്തിക്കാട് എന്ന പ്രദേശത്ത് വളരെയധികം ഐശ്വര്യം പ്രദാനം ചെയ്യുന്ന അന്തിക്കാട് വടക്കേക്കര മഹാവിഷ്ണു ക്ഷേത്രത്തിലെ ഉത്സവ തിമർപ്പിലെ വളരെയധികം സന്തോഷത്തിലാണ് ഇന്നിവിടെ എത്തിയിരിക്കുന്ന എല്ലാ ഭക്തജനങ്ങളും. ഭാരതീയ സംസ്കൃതി തലമുറകൾക്ക് പകർന്നു നൽകുന്ന ചൈതന്യ കേന്ദ്രങ്ങളാണ് ക്ഷേത്രങ്ങൾ. ക്ഷേത്രത്തെ ത്രാണം ചെയ്യുന്നതാണ് ക്ഷേത്രങ്ങൾ. അതായത് നമ്മുടെ മനസ്സിലെ ആദികള്, ഭയങ്ങള് തുടങ്ങി വരുമ്പോൾ നമ്മൾ സ്വാഭാവികമായിട്ടും നമ്മൾ ക്ഷേത്ര ദർശനം നടത്തുന്നു. ആ ക്ഷേത്രത്തിൽ നിന്ന് ലഭിക്കുന്ന ആ ഒരു പോസിറ്റീവ് എനർജി നമ്മുടെ ഭയത്തെയും മനസ്സിലെ വിഷമത്തെയും സംഘർഷത്തെയും എല്ലാം ഒഴിവാക്കുന്നു. ഈ ക്ഷേത്ര ദർശനം കൊണ്ട് നമ്മൾ ലക്ഷ്യമിടുന്നത് നമ്മുടെ ആത്മീയ ചൈതന്യത്തെ, അവനവന്റെ ആത്മീയ ചൈതന്യത്തെ ഉയർത്തുക എന്നത് മാത്രമല്ല, അത് സമൂഹത്തിന്റെ നന്മയ്ക്ക്, അതായത് ഒരു ക്ഷേത്രം ആഘോഷ കമ്മിറ്റി പ്രസിഡന്റ് അന്തിക്കാട് പത്മനാഭൻ അധ്യക്ഷത വഹിച്ചു. പെരിങ്ങോട്ടുകര കാനാടിക്കാവ് മഠാധിപതി വിഷ്ണുഭാരതീയ സ്വാമി KP ദാമോദരൻ സ്മാരക താളവാദ്യ കലാനിധി പുരസ്കാരം പഴുവിൽ വിപിനകുമാറിനും, ഗോപി സ്മാരക ബാലപ്രതിഭ പുരസ്കാരം ദീക്ഷിത് ലിമേഷിനും, കാനാടിക്കാവ് ചാരിറ്റബിൾ ട്രസ്റ്റ് ഏർപ്പെടുത്തിയ പുരസ്കാരം വടശ്ശേരി രാമകൃഷ്ണനും സമ്മാനിച്ചു. വിവിധ പുരസ്കാരങ്ങൾ നേടിയ ഷാജി കുറുപ്പത്ത്, അന്തിക്കാട് മണിക്കുട്ടൻ, അന്തിക്കാട് ഗോകുൽ, അഭിരാം രമേശൻ എന്നിവർക്കുള്ള പുരസ്കാരവും വേദിയിൽ സമ്മാനിച്ചു. കൊച്ചിൻ ദേവസ്വം ബോർഡ് തൃശൂർ ഗ്രൂപ്പ് അസിസ്റ്റന്റ് കമ്മീഷണർ മനോജ് കുമാർ പുരസ്കാര ജേതാക്കളെ പൊന്നാടയണിയിച്ച് ആദരിച്ചു. ദേവസ്വം ഓഫീസർ PU നന്ദകുമാർ, രമേശൻ, ആഘോഷ കമ്മിറ്റി സെക്രട്ടറി സജേഷ് കുറുവത്ത്, സജയ് മാണിക്കത്ത്, പരമേശ്വരൻ മേനോത്ത് എന്നിവർ സംസാരിച്ചു. തുടർന്ന് ചെത്തി മന്ദാരം സംഘത്തിന്റെ തിരുവാതിര കളിയും ഹീര ശ്രീനാഥ് അവതരിപ്പിച്ച സംഗീത കച്ചേരിയും അരങ്ങേറി.
ലയൺസ് ക്ലബ് തൃപ്പയാർ ടെമ്പിൾ സിറ്റിയുടെ നേതൃത്വത്തിൽ വലപ്പാട് ക്യാപ്റ്റൻ ലക്ഷ്മി സൈഗാൾ കാരുണ്യ കേന്ദ്രത്തിലേക്ക് വീൽ ചെയറുകളും മാസ്കുകളും വിതരണം ചെയ്തു. ക്ലബ് പ്രസിഡന്റ് RIM സക്കറിയ അധ്യക്ഷത വഹിച്ച യോഗത്തിൽ സെക്രട്ടറി ഷാജി ചാലിശ്ശേരി, ട്രഷറർ ജോസ് താടിക്കാരൻ എന്നിവർ സംസാരിച്ചു. കാരുണ്യ കേന്ദ്രത്തിന്റെ കൺവീനറും ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറുമായ CR ഷൈൻ ഉപകരണങ്ങൾ ഏറ്റുവാങ്ങി. പഞ്ചായത്ത് മെമ്പർ EP അജയ് ഘോഷ്, PK മോഹനൻ, ശൈലജ ജയലാൽ, ഘോഷ് കൊണ്ടിയാറ, പ്രോഗ്രാം കോർഡിനേറ്റർ EP തോമസ്, സീമ സക്കറിയ എന്നിവർ പങ്കെടുത്തു. ലയൺസ് ക്ലബ്ബ് തൃപ്രയാർ ടെമ്പിൾ സിറ്റി അതിൻ്റെ സേവന പാതയിൽ ഇങ്ങനെ മുന്നോട്ട് പോവാണ്. ഇപ്പോൾ ഇന്ന് രാവിലെ ആണ് അറിഞ്ഞത് ഇങ്ങനെ ഞായറാഴ്ച ഒരു നമ്മുടെ ഈ ക്യാപ്റ്റൻ ലക്ഷ്മി കാരുണ്യ സദനം അല്ലേ ഉദ്ഘാടനം ചെയ്യാൻ വേണ്ടി പോകുന്നു. അപ്പോൾ അതിലേക്ക് ഞങ്ങൾ തൃപ്രയാർ ടെമ്പിൾ സിറ്റി വീൽ ചെയറും മറ്റ് സഹായങ്ങളും ഞങ്ങൾ വാഗ്ദാനം ചെയ്തിരുന്നു. ഇന്ന് തന്നെ അത് കൊടുക്കാമെന്ന് വെച്ചു. ഇവിടെ എത്തിയ അതിൻ്റെ എല്ലാ പ്രവർത്തകർക്കും ഒരിക്കൽ കൂടി സ്വാഗതം പറയാം. KNM ചന്ദ്രാപിനി സെന്റർ യൂണിറ്റിന്റെ ആഭിമുഖ്യത്തിൽ തസ്കിയത്ത് ക്ലാസും ഇഫ്താർ സംഗമവും സംഘടിപ്പിച്ചു. ചന്ദ്രാപിനി ടൗൺ സലഫി മസ്ജിദിൽ സംഘടിപ്പിച്ച ക്യാമ്പ് ജാമിയ ബുസ്താൻ ഡയറക്ടർ അനസ് മൗലവി ഉദ്ഘാടനം ചെയ്തു. പ്രസിഡന്റ് PM ഹംസ അധ്യക്ഷത വഹിച്ചു. ഫർഷിൻ സ്വാലഹി ക്ലാസ് എടുത്തു. PM അബ്ദുൾ സലാം, PM അബ്ദുൾ റസാഖ്, KK അഫ്സൽ, MJ ഫൈസൽ, സെക്രട്ടറി PA മുഹമ്മദ്, ട്രഷറർ കുഞ്ഞു മുഹമ്മദ് കോടമ്പി എന്നിവർ സംസാരിച്ചു. തുടർന്ന് സമൂഹ നോമ്പുതുറയും നടന്നു. ആദ്യത്തിൽ 100 ഹൈലൈറ്റ് ആണ്. ഏതാണത്? അല്ലാഹു നൂറു സമാവാതി വൽ അർദ് മതലു നൂരിഹി കമിസ്കാത്തിൻ ഫീഹാ മിസ്ബാഹ് അൽ മിസ്ബാഹു ഫീ സുജാജ അസ്സുജാജതു കഅന്നഹാ കൗകബുൻ ദുർരി യുഖദ് മിൻ ശജറത്തിൻ മുബാറകത്തിൻ സൈതൂനത്തിൻ ലാ ശർഖിയ്യത്തിൻ വലാ ഗർബിയ്യ. പെരിഞ്ഞനത്ത് നിർധന കുടുംബത്തിന് വീടൊരുങ്ങുന്നു. പെരിഞ്ഞനം ഗ്രാമപഞ്ചായത്ത് 2ാം വാർഡിൽ കിഴക്കേടത്ത് താരാബാബുവിനാണ് കെയർ ആൻഡ് ഷെയർ വീട് നിർമ്മിച്ച് നൽകുന്നത്. 5 ലക്ഷം രൂപ ചെലവിട്ട് 400 ചതുരശ്ര അടിയിലാണ് വീട് നിർമ്മിക്കുന്നത്. ET ടൈസൺ MLA, പഞ്ചായത്ത് പ്രസിഡന്റ് വിനീത മോഹൻദാസ് എന്നിവർ ചേർന്ന് വീടിന് തറക്കല്ലിട്ടു. വാർഡ് മെമ്പർ സായിദ മുത്തുക്കോയ തങ്ങൾ, പഞ്ചായത്ത് അംഗങ്ങളായ സന്ധ്യ സുനിൽ, സ്നേഹ ദത്ത് തുടങ്ങിയവർ പങ്കെടുത്തു. വലപ്പാട് ഭാരത് വിദ്യാമന്ദിർ സീനിയർ സെക്കൻഡറി സ്കൂളിൽ UKG വിദ്യാർത്ഥികൾക്ക് കോൺവക്കേഷൻ സെറിമണി നടത്തി. IES ചിറ്റിലപ്പള്ളി കോളേജിലെ കമ്മ്യൂണിക്കേഷൻസ് എഞ്ചിനീയറിംഗ് വിഭാഗം HOD പ്രൊഫസർ MK രജന ഉദ്ഘാടനം നിർവഹിച്ചു. I would like to congratulate all the KG students who is sitting in front of me for stepping forward to the next phase of their schooling. And I could see their excitement in their new attire with a gown, a cap and a tassel on one side. And when I noticed the inauguration session, I could notice that here, starting from the welcome speech, starting from the prayer, apart from the other function, there is a joint party, a group of students are organizing, a group of students are performing the function. So, in normal function, the welcome speech. KPM സൊസൈറ്റി പ്രസിഡന്റും സ്കൂൾ മാനേജറുമായ അജിത് പ്രസാദ് അധ്യക്ഷത വഹിച്ചു. പ്രിൻസിപ്പാൾ ബിന്ദു സോമൻ, KPM സൊസൈറ്റി രക്ഷാധികാരി E രാമദാസ്, ജൂനിയർ വൈസ് പ്രിൻസിപ്പാൾ സരിത N, PTA പ്രസിഡന്റ് സന്ധ്യ ഷാജി, മദർ കൺവീനർ ജസീന, KG സെക്ഷൻ PTA എക്സിക്യൂട്ടീവ് മെമ്പർ രശ്മി പ്രഹ്ലാദൻ, KG ഡിപ്പാർട്ട്മെന്റ് ഹെഡ് ശ്രീലത, പ്രോഗ്രാം കോർഡിനേറ്റർ ശാന്തി എന്നിവർ സംസാരിച്ചു. തുടർന്ന് വിദ്യാർത്ഥികളുടെ വിവിധ കലാപരിപാടികൾ അരങ്ങേറി.
CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരം പ്രഖ്യാപിച്ചു. മികച്ച ജനപ്രതിനിധിയായി CC മുകുന്ദൻ MLA, ജീവകാരുണ്യ പ്രവർത്തനത്തിന് മണപ്പുറം ഗ്രൂപ്പ് MD VP നന്ദകുമാർ, ആരോഗ്യരംഗത്തെ സേവനത്തിന് തൃശൂർ ജില്ലാ ജനറൽ ആശുപത്രി ഹെൽത്ത് സൂപ്പർവൈസർ TP ഹനീഷ് കുമാർ, മികച്ച അധ്യാപികയായി SN ട്രസ്റ്റ് സ്കൂൾ അധ്യാപികയും NSS കോർഡിനേറ്ററുമായ ശലഭ ജ്യോതിഷ്, കൊടുങ്ങല്ലൂർ ബോയ്സ് സ്കൂൾ അധ്യാപിക പ്രിയ KG, സാംസ്കാരിക രംഗത്തെ സേവനത്തിന് സിദ്ദീഖ് ഷമീർ, മികച്ച വ്യവസായ സംരംഭകനായി റാസിഖ് സൈനു മുഹമ്മദ് PS, സാമൂഹ്യ സേവന രംഗത്തെ പ്രവർത്തനങ്ങൾക്ക് ഓർഫനേജ് കൺട്രോൾ ബോർഡ് കൗൺസിലർ ദിവ്യ അബീഷ് എന്നിവർ അർഹരായി. ഏപ്രിൽ 7 സമിതിയുടെ 13ാം വാർഷികാഘോഷ ചടങ്ങിൽ അവാർഡുകൾ വിതരണം ചെയ്യും. തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ നടക്കുന്ന ചടങ്ങിൽ MP, മന്ത്രി, ഗവൺമെന്റ് ചീഫ് വിപ്പ്, MLAമാർ ഉൾപ്പെടെ നിരവധി പേർ പങ്കെടുക്കുമെന്ന് ഭാരവാഹികൾ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. സംഘാടക സമിതി ചെയർമാൻ ലാൽ കച്ചില്ലം, PSP നസീർ, രാധാകൃഷ്ണൻ, അശോകൻ കാളക്കൊടത്ത് എന്നിവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മണപ്പുറം വയോജനക്ഷേമ സമിതി ചാരിറ്റബിൾ സൊസൈറ്റിയുടെ 13ാം വാർഷികത്തോടനുബന്ധിച്ച് ആണ് പുരസ്കാരം അവാർഡ് ജേതാക്കൾക്ക് സമർപ്പിക്കുന്നത്. ഏപ്രിൽ 7 രാവിലെ 11 മണിക്ക് തൃപ്പയാർ പ്രിയദർശിനി ഹാളിൽ വെച്ച് MP, മന്ത്രി, ഗവൺമെൻറ് ചീഫ് വിപ്പ്, MLAമാർ ഉൾപ്പെടെ രാഷ്ട്രീയ സാംസ്കാരിക രംഗത്തെ പ്രമുഖർ പങ്കെടുക്കുന്ന ചടങ്ങ്. പഴവിൽ സർവീസ് സഹകരണ ബാങ്കിന്റെ ശതാബ്ദി ആഘോഷങ്ങളുടെ ഭാഗമായി കാർഷിക പഠന ക്ലാസ് നടത്തി. ചാളൂർ പഞ്ചായത്ത് പ്രസിഡന്റ് KS മോഹൻദാസ് ഉദ്ഘാടനം ചെയ്തു. ബാങ്ക് പ്രസിഡന്റ് PM ഇബ്രാഹിം അധ്യക്ഷനായി. കൃഷി പരിചരണത്തിലെ ശാസ്ത്രീയത എന്ന വിഷയത്തിൽ റിട്ടയർഡ് കൃഷി അസിസ്റ്റന്റ് ഡയറക്ടർ മുഹമ്മദ് ഇസ്മായിൽ ക്ലാസ് എടുത്തു. ബാങ്ക് സെക്രട്ടറി KK സജിത, വൈസ് പ്രസിഡന്റ് ഷൈജി സുനിൽ, ഉല്ലാസ് കണ്ണോളി, KV മോഹൻദാസ് എന്നിവർ സംസാരിച്ചു. അതിന്റെ മുഴുവൻ ആ ഉൽപ്പന്നത്തിന്റെ മുഴുവൻ പൈസയും കൊണ്ടുപോകുന്നത് ഇടത്തട്ടുകാരനാണ്. കുറെ കൂടി കഴിഞ്ഞ് മുമ്പോട്ട് പോയി യഥാർത്ഥ കർഷകൻ അവന്റെ ജീവിത നിലവാരം മെച്ചപ്പെടുന്ന രീതിയിലുള്ള ഒരു വരുമാനം കിട്ടുന്നില്ല എന്നൊരു സത്യം തന്നെയാണ്. ഇപ്പോഴും അങ്ങനെ തന്നെയാണ്. അത് എങ്ങനെ പരിഹരിക്കപ്പെടണമെന്നുള്ളത് തീർച്ചയായിട്ടും അത് കർഷകർ മാത്രം വിചാരിച്ചാൽ പോരാ. നമ്മുടെ സർക്കാർ വിചാരിക്കണം, സഹകരണ പ്രസ്ഥാനങ്ങൾ വിചാരിക്കണം, നമ്മുടെ കർഷക സംഘടനകൾ വിചാരിക്കണം എങ്ങനെ മെച്ചപ്പെടുത്താൻ സാധിക്കുമെന്നുള്ളത്. എനിക്ക് തോന്നിയൊരു ആശയം പറഞ്ഞപ്പോൾ ഇവിടെ നെല്ല് കൂടുതലല്ലേ, നെൽകൃഷിയാണ്. ഞാൻ എന്താ ഞാൻ ചോദിച്ചത് കൃത്യമായിട്ട് നെൽകൃഷി കൂടുതലാണെന്ന് മനസ്സിലായി. ഞാൻ ഒറ്റ കാര്യം ചോദിക്കുന്നുള്ളൂ. ഞാൻ ഒരുപാട് പ്രപ്പോസലുകൾ 9ാം പഞ്ചവത്സര പദ്ധതി കൊടുത്തിരുന്നു, ഒന്നും തന്നെ വന്നിരുന്നില്ല. അത് ഞാൻ പറയാം എന്തൊക്കെ ചില എക്സാമ്പിൾ. സഹകരണ സംഘങ്ങളിലെ അംഗങ്ങൾക്കുള്ള ചികിത്സാ സഹായ പദ്ധതിയായ അംഗത്വ സമാശ്വാസ നിധിയിൽ നിന്ന് ചന്ദ്രാപിനി സഹകരണ സംഘം മുഖേന നൽകിയ അപേക്ഷകരിൽ നിന്ന് തിരഞ്ഞെടുക്കപ്പെട്ട 10 അംഗങ്ങൾക്കുള്ള തുക 2,20,000 രൂപ വിതരണം ചെയ്തു. നാട്ടിക ഫർക്ക സഹകരണ റൂറൽ ബാങ്ക് പ്രസിഡന്റ് അഡ്വക്കേറ്റ് VK ജ്യോതിപ്രകാശ് സഹായധനം വിതരണം ചെയ്തു. 2021 ആരംഭിച്ച പദ്ധതിയിൽ ചന്ദ്രാപിനി സർവീസ് സഹകരണ ബാങ്ക് മുഖേന ഇതുവരെയായി 84 പേർക്ക് 18 ലക്ഷം രൂപയാണ് വിതരണം ചെയ്തിട്ടുള്ളത്. ചന്ദ്രാപിനി VK കുമാരൻ സ്മാരക ഹാളിൽ നടന്ന ചടങ്ങിൽ ബാങ്ക് പ്രസിഡന്റ് MV ഹരിലാൽ അധ്യക്ഷനായി. എടത്തിരുത്തി പഞ്ചായത്ത് പ്രസിഡന്റ് TK ചന്ദ്രബാബു, ബാങ്ക് വൈസ് പ്രസിഡന്റ് MM ഗിരീന്ദ്രബാബു, സെക്രട്ടറി MS പ്രമീള എന്നിവർ സംസാരിച്ചു. അന്തിക്കാട് പരേതനായ പാലാഴി പൊറ്റേക്കാട്ട് കുമാരന്റെ മകൻ വേണുഗോപാൽ നിര്യാതനായി. ഭാര്യ ശ്യാമള, മക്കൾ വാണി സനിൽകുമാർ, വീണ അനീഷ്, സോണി സുർജിത്ത്. തൃപ്പയാർ പന്നിപ്പുലത്ത് ക്ഷേത്രത്തിന് സമീപം താമസിക്കുന്ന പന്നിപ്പുലത്ത് തിലകൻ, ഭാര്യ സുനന്ദ നിര്യാതയായി. മക്കൾ ഷിനോജ്, ശ്രുതി, മരുമക്കൾ ലക്ഷ്മി, സുജീഷ്. പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി. താന്യം അന്തിക്കാട് ഗ്രാമപഞ്ചായത്തുകൾ പുതിയ സാമ്പത്തിക വർഷത്തേക്കുള്ള ബജറ്റ് അവതരിപ്പിച്ചു. താന്യത്ത് ഭവന നിർമ്മാണത്തിനും അന്തിക്കാട്ട് കൃഷിക്കും മുൻഗണന. തളിക്കുളം പുതിയങ്ങാടിയിൽ വീട്ടിൽ അതിക്രമിച്ചു കയറിയ 3 അംഗ സംഘം പിടിയിൽ. CK ചന്ദ്രപ്പൻ സ്മൃതി പുരസ്കാരങ്ങൾ പ്രഖ്യാപിച്ചു. ഇതോടെ വാർത്തകൾ സമാപിച്ചു. നമസ്കാരം.